ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ PYQ ഡിസ്കഷന്റെ 9ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യപേപ്പർ LDC 2024 കോട്ടയം കോഴിക്കോട് ജില്ലയിലെ ചോദ്യപേപ്പറും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ്. ക്ലാസ് മൊത്തമായി കാണാനായി ശ്രമിക്കുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. ക്ലാസ്സിൻ്റെ ലെങ്ത് അല്പം കൂടുതലാണ്, എങ്കിലും നിങ്ങൾക്ക് വരുന്ന എല്ലാ എക്സാമുകൾക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തമായി കാണുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്ഷൻ ശലഭം, ഹൃദ്യം, ബാലമുകുളം, താലോലം. ഏതാണ് നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി? ഓപ്ഷൻ നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ് ഇതിൻ്റെ അകത്ത് നിലവിൽ നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആവിഷ്കരിച്ച പദ്ധതി എന്ന് ചോദിച്ചാൽ അത് ശലഭമാണ്. എന്താണ് ശലഭം പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പദ്ധതി മുഖാന്തരം സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും സമഗ്രമായി പരിശോധനയ്ക്ക് വിധേയരാക്കുന്നു. ശലഭം പദ്ധതിയിൽ നടത്തുന്ന പരിശോധനകൾ എന്ന് പറയുന്നത് 4 വിധം പരിശോധനകളാണ് ശലഭം പദ്ധതിയിൽ നടത്തുന്നത്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെയാണ് വിസിബിൾ ബർത്ത് ഡിഫക്റ്റ്. അതായത് ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ പരിശോധിക്കപ്പെടുന്ന ഒരു പരിശോധനയാണ് വിസിബിൾ ബർത്ത് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം രണ്ടാമത്തെ പരിശോധന എന്ന് പറയുന്നത് പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിങ് ആണ്. അതായത് ജന്മനാ ഉള്ള ഹൃദ്രോഗബാധ തിരിച്ചറിയുന്നതിന് 24 അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിലാണ് ഈ ഒരു പരിശോധന നടത്തുന്നത്. അതായത് പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിങ്, അതായത് ജന്മനാ ഉള്ള ഹൃദ്രോഗബാധ തിരിച്ചറിയുന്നതിന് വേണ്ടി. അടുത്തതാണ് OAE, അതായത് ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻ എന്ന് പറയുന്നത്. ആന്തരകർണത്തിൻ്റെ ശബ്ദത്തോടുള്ള പ്രതികരണം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരിശോധന നടത്തുന്നത്. അതും 24 മുതൽ 48 മണിക്കൂറിനുള്ളിലാണ് ഈ ഒരു പരിശോധനയ്ക്കും കുട്ടികളെ വിധേയനാക്കുന്നത്. അടുത്തതാണ് IEM, ഇൻബോൺ ഇറേഴ്സ് ഇൻ മെറ്റാബോളിസം. ജന്മനായുള്ള മെറ്റബോളിക് അസുഖങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി 48 മണിക്കൂറിനുള്ളിൽ നടത്തുന്ന പരിശോധനയാണ് ഈ പറയുന്ന IEM എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് എന്താണ് ശലഭം പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പദ്ധതി മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ തന്നെ അവർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 4 പരിശോധനകളാണ് ശലഭം പദ്ധതിയിൽ വരുന്നത്. നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെയാണ് വിസിബിൾ ബർത്ത് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ജനിച്ചു കഴിഞ്ഞാലുടൻ ആ കുട്ടിക്ക് എന്തെങ്കിലും ജനനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കുന്നതാണ് ഈ പറയുന്ന വിസിബിൾ ബർത്ത് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അത് 24 മണിക്കൂറിനുള്ളിൽ പരിശോധിക്കപ്പെടുന്നു. അടുത്തതാണ് പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ജന്മനാ ഉള്ള ഹൃദ്രോഗബാധ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതും 24 മുതൽ 48 മണിക്കൂറിനുള്ളിലാണ് നടത്തുന്നത്. അടുത്തതാണ് OAE എന്ന് പറയുന്നത്. ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ആന്തരകർണത്തിൻ്റെ ശബ്ദത്തോടുള്ള പ്രതികരണം, കുട്ടികളുടെ കേൾവിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ 24 മുതൽ 48 മണിക്കൂറിനുള്ളിലാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. അടുത്താണ് IEM എന്ന് പറയുന്നത്, ഇൻബോൺ ഇറേഴ്സ് ഇൻ മെറ്റാബോളിസം. ജന്മനാ ഉള്ള മെറ്റബോളിക് അസുഖങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നടക്കുന്നത്. അതും 48 മണിക്കൂറിനുള്ളിലാണ് ഈ ഒരു ടെസ്റ്റും നടത്തുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായി രാഷ്ട്രീയ ബൽ സ്വാസ്ഥ്യ കാര്യക്രം RBSK. അതേപോലെ തന്നെ RBSK കുട്ടികളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ തുടക്കത്തിലെ തിരിച്ചറിയുന്നത് ലക്ഷ്യമിടുന്നു. 18 വയസ്സ് വരെയും കുട്ടികളിലെ ശലഭം RBSK പദ്ധതിയിലൂടെയാണ് നിരീക്ഷിക്കുന്നത്. അപ്പോൾ RBSKയും അതേപോലെ തന്നെ ശലഭം പദ്ധതിയിലൂടെയാണ് കുട്ടികളിലുള്ള എന്തെങ്കിലും വൈകല്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 പദ്ധതികൾ നിലവിൽ വരുന്നത്. ഒന്ന് RBSK എന്ന് പറയുന്നത്, അതായത് രാഷ്ട്രീയ ബൽ സ്വാസ്ഥ്യ കാര്യക്രം എന്നുള്ളതും, അതേപോലെ തന്നെ ശലഭം പദ്ധതിയും. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ഓപ്ഷനിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഹൃദ്യം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഓപ്ഷനിൽ കണ്ടു. അതായത്
18 വയസ്സിന് താഴെയുള്ള ജന്മന ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ദേശീയ ആരോഗ്യ മിഷന്റെ ഭാഗമായ പദ്ധതിയാണ് ഹൃദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഹൃദ്യം എന്ന് ചോദിച്ച മക്കളെ, എന്താണ്? 18 വയസ്സിന് താഴെയുള്ള ജന്മന ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി ചികിത്സ നൽകുന്ന ദേശീയ ആരോഗ്യ മിഷന്റെ ഭാഗമായ പദ്ധതിയാണ് ഹൃദ്യം എന്ന് പറയുന്നത്. ഓക്കെ, ജന്മനാ ഉള്ള ഹൃദ്രോഗം അഥവാ CHD അസുഖത്തിന് ചികിത്സയുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും ശ്രീ ചിത്ര ആശുപത്രി വഴിയും പദ്ധതി നടത്തി വരുന്നു. അപ്പോൾ ഈ ഒരു പദ്ധതി നടത്തി വരുന്നത് ജന്മനാ ഉള്ള ഹൃദ്രോഗം അഥവാ CHD അസുഖത്തിന് ചികിത്സ എല്ലാ സർക്കാർ ആശുപത്രികളിലും അതേപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിൽ ശ്രീ ചിത്ര ആശുപത്രി വഴിയുമാണ് ഇത് നടത്തി വരുന്നത്. അടുത്തൊരു ഓപ്ഷൻ ആയിരുന്നു ബാലമുകുളം എന്ന് പറയുന്നത്. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയുടെ പേരായിരുന്നു ബാലമുകുളം. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്, ഓർത്തു വച്ചോ. അപ്പോൾ ബാലമുകുളം, അതായത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയുടെ പേരാണ് ബാലമുകുളം. ബാലമുകുളം. അടുത്തതാണ് താലോലം എന്ന് പറയുന്നത്. വൃക്കരോഗം, അതേപോലെ തന്നെ ഹൃദ്രോഗം, ഹീമോഫീലിയ, സെറിബ്രൽ പാൾസി, അതേപോലെ തന്നെ ബ്രിട്ടിൽ ബോൺ രോഗം, താലസീമിയ, സിക്കിൾ സെൽ അനീമിയ, ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, എൻഡോസൾഫാൻ മൂലം തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? താലോലം എന്ന് പറയുന്നത്. ഈ താലോലം പദ്ധതി വഴി പ്രാഥമിക സഹായം എത്രയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്ര രൂപയാണ്? 50,000 രൂപയാണ് ഇതിന്റെ പ്രാഥമിക സഹായമായിട്ട് കൊടുക്കുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ എന്താണ് താലോലം? വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ, സെറിബ്രൽ പാൾസി, അതേപോലെ തന്നെ ബ്രിട്ടിൽ ബോൺ രോഗം, താലസീമിയ, സിക്കിൾ സെൽ അനീമിയ, ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, എൻഡോസൾഫാൻ മൂലം തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇത്. ഇതുവഴി കിട്ടുന്ന എത്രയാണ് സഹായം എന്ന് ചോദിച്ചാൽ 50,000 രൂപയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ബാലമുകുളം നമ്മൾ പറഞ്ഞു, സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതി. ജന്മനാ ഉള്ള ഹൃദ്രോഗം അഥവാ CHD അസുഖത്തിന് ചികിത്സയുള്ള എല്ലാ സർക്കാർ ആശുപത്രിയും, അതാണ് എന്തെന്ന് പറയുന്നത്? ഹൃദ്യം എന്ന് പറയുന്നത്. 18 വയസ്സിന് താഴെയുള്ള ജന്മന ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്കാണ് ഹൃദ്യം പദ്ധതി വഴി എന്ത് ചെയ്യുന്നത്? ആരോഗ്യ മിഷന്റെ ചികിത്സ നിലവിൽ ലഭിക്കുന്നത് എന്നുള്ളതും എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു നിലവിലെ ക്വസ്റ്റ്യൻ്റെ അത് നമുക്ക് പഠിക്കാനുള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡികൾ കണ്ടെത്തുക. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, കാൽസിറ്റോണിൻ, പാരാതെർമോൺ, തൈമോസിൻ, തൈറോക്സിൻ, സിമ്പതറ്റിക്, പാരാസിമ്പതറ്റിക്. ഇതിൻ്റെ അകത്ത് ഏതാണ്? തൈമോസിൻ, തൈറോക്സിൻ ആണ്. ഞാൻ കൂടുതൽ നേരം ഓപ്ഷനിലേക്ക് പോകുന്നില്ല, കാരണം ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു സാറേ ഓപ്ഷൻ ഒത്തിരി നേരം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, നീ ഓപ്ഷൻ പറയേണ്ട, നേരെ ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൻസറിലേക്ക് പോവാണ്. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ അല്ലെങ്കിൽ T4 എന്ന് പറയുന്നത്. തൈറോക്സിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്നു, ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്നു. അപ്പോൾ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈറോക്സിൻ ആണ്. അതേപോലെ തന്നെ എന്താണ്? ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ ഭ്രൂണാവസ്ഥയിലും അതേപോലെ തന്നെ ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നതും ഏത് തന്നെയാണ്? നമ്മുടെ തൈറോക്സിൻ ആണ്. കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്നതും ഏതാണെന്ന് ചോദിച്ചാൽ അതും തൈറോക്സിൻ ആണ്. കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്നത്. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹൈപ്പോ തൈറോയിഡിസം. അപ്പോൾ തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മക്കളെ എന്ത്? ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പോൾ
ഹൈപ്പോ തൈറോയിഡിസവും അതേപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസവും രണ്ടും രണ്ടാണ്. ഒന്ന് തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്നതാണ് ഹൈപ്പർ തൈറോയിഡിസം, എന്നാൽ തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന പേരിലും അറിയപ്പെടുന്നത്. തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് അയഡിൻ ആണ്. ഓക്കെ, അപ്പോൾ തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അയഡിൻ ആണ്. അപ്പോൾ തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകം ചോദിച്ചു കഴിഞ്ഞാൽ അത് അയഡിൻ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പെപ്റ്റൈഡ് ഹോർമോണാണ് തൈമോസിൻ എന്ന് പറയുന്നത്. അപ്പോൾ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പെപ്റ്റൈഡ് ഹോർമോൺ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് തൈമോസിൻ എന്ന് പറയുന്നത്. അപ്പോൾ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പെപ്റ്റൈഡ് ഹോർമോണാണ് തൈമോസിൻ. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതും ഈ പറയുന്ന തൈമോസിനാണ്. കോശ മധ്യസ്ഥത പ്രതിരോധ സംവിധാനത്തിന് നിദാനമായ ലിംബോസൈറ്റുകളെ പാകപ്പെടുത്തുകയും ദ്രവ പ്രതിരക്ഷാ പ്രതിരോധത്തിന് അതായത് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി കാരണമായ ആൻറ്റിബോഡികളുടെ നിർമ്മാണത്തെ ത്വരിതപ്പെടുത്തുന്നതും ഇവ തന്നെയാണ്. ആര്? തൈമോക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏതാണ്? ഈ പറയുന്ന തൈറോക്സിൻ ആണ്, അതായത് തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിൻ. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് ഇൻസുലിൻ, അതേപോലെ തന്നെ ഗ്ലൂക്കഗോൺ. പാൻക്രിയാസ് ഗ്രന്ഥി സ്രവിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോണും അതേപോലെ തന്നെ ഇൻസുലിൻ എന്ന് പറയുന്നത്. അപ്പോൾ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്രവിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ അല്ലെങ്കിൽ ഇൻസുലിൻ. ഐലറ്റ്സ് ഓഫ് ലാൻഡർ ഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. അപ്പോൾ ഐലറ്റ്സ് ഓഫ് ലാൻഡർ ഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് ഗ്ലൂക്കഗോൺ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഐലറ്റ്സ് ഓഫ് ലാൻഡർ ഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. അപ്പോൾ ഗ്ലൂക്കഗോണും അതേപോലെ തന്നെ ഇൻസുലിനും രണ്ടും ഉൽപ്പാദിപ്പിക്കുന്നത് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് ആണ്. അതിൻ്റെ അകത്ത് ആൽഫ കോശങ്ങളാണ് ഗ്ലൂക്കഗോണും, എന്നാൽ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇൻസുലിൻ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ രണ്ടും ഉൽപ്പാദിപ്പിക്കുന്നത് ഐലറ്റ്സ് ഓഫ് ലാൻഗർ ഹാൻസ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഇൻസുലിൻ ആണ്. അപ്പോൾ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഇൻസുലിൻ ആണ്. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്ന ഹോർമോണും ഏത് തന്നെയാണ്? ഇൻസുലിൻ തന്നെയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻസുലിൻ ആണ്. അതേപോലെ തന്നെ എന്താണ്? നിലവില് കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്ന ഹോർമോൺ ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? ഇൻസുലിൻ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് ഗ്ലൂക്കഗോൺ. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. അപ്പോൾ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അപ്പോൾ അമിനോ ആസിഡുകളിൽ നിന്നും എന്ത് നിർമ്മിക്കുന്നു? ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഇൻസുലിൻ അതേപോലെ തന്നെ ഗ്ലൂക്കഗോൺ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് ഇൻസുലിൻ ഗ്ലൂക്കഗോൺ പ്രവർത്തനം, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ ഇൻസുലിൻ ഉൽപാദനം കൂടുന്നു, അതേപോലെ തന്നെ ഗ്ലൂക്കഗോൺ ഉൽപാദനം കുറയുന്നു. ഇനി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ ഇൻസുലിൻ ഉൽപാദനം കുറയുന്നു, ഗ്ലൂക്കഗോൺ ഉൽപാദനം കൂടുന്നു. അപ്പോൾ ഈ ചാർട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. അതായത് ഇൻസുലിൻ ഗ്ലൂക്കഗോണിന്റെ പ്രവർത്തനമാണ്. ഇതിൻ്റെ അകത്ത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇൻസുലിൻ ഉൽപാദനം കൂടുന്നു. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഇൻസുലിൻ എന്ത് ചെയ്യണം? ഉൽപാദനം കൂടണം. അതേപോലെ തന്നെ എന്താണ്? ഗ്ലൂക്കഗോൺ ഉൽപാദനം അപ്പോൾ എന്ത് ചെയ്യും? കുറയും. രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഇൻസുലിന്റെ ഉൽപാദനം കൂടുമ്പോൾ ഗ്ലൂക്കഗോണിന്റെ ഉൽപാദനം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതെങ്ങനെയാ? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ ഇൻസുലിൻ എന്ത് ചെയ്യുന്നു? ഉൽപാദനം കൂടുന്നു, ഗ്ലൂക്കഗോണിന്റെ ഉൽപാദനം കുറയുന്നു. എന്നാൽ നിലവിൽ എന്താണ്? ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോഴാണെങ്കിലോ ഇൻസുലിൻ ഉൽപാദനം കുറയുന്നു, അതേപോലെ തന്നെ ഗ്ലൂക്കഗോൺ ഉൽപാദനം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പൊ രണ്ടും ഓപ്പോസിറ്റ് ആണെന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി, സംഭവം സെറ്റാണ്. ഓക്കെ, ഇനി കാസിറ്റോണിൻ അതേപോലെ തന്നെ പാരാതെർമോൺ. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീൻ ഹോർമോണാണ് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീൻ ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീൻ ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് കാൽസിറ്റോണിൻ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക.
രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് കാൽസിറ്റോണിനാണ്. അപ്പോൾ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നത് കാൽസിറ്റോണിനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ രക്തത്തിൽ എന്തിൻ്റെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കാൽസിറ്റോണിനാണ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് 9 മുതൽ എത്രയാണ് 11 mg 100 ml ആണ് ഇതിൻ്റെ അകത്ത് എന്ത് വരുന്നത്, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പെപ്റ്റൈഡ് ഹോർമോൺ അതാണ് പാരാതെർമോൺ ഓർ പാരാതൈറോയിഡ് ഹോർമോൺ എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പെപ്റ്റൈഡ് ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് പാരാതെർമോൺ, അതായത് PTH അല്ലെങ്കിൽ പാരാതൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നത് പാരാതെർമോൺ ആണ്. അപ്പോൾ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് പാരാതെർമോൺ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഹൈപ്പർ കാൽസിമിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് പാരാതെർമോൺ ആണ്. അപ്പോൾ ഹൈപ്പർ കാൽസിമിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് അത് പാരാതെർമോൺ ആണ്. ഹൈപ്പർ കാൽസിമിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് പാരാതെർമോൺ. സിമ്പതറ്റിക് വ്യവസ്ഥ അതേപോലെ തന്നെ പാരാസിമ്പതറ്റിക് വ്യവസ്ഥ രണ്ടും നമ്മൾ പഠിച്ചേക്കുന്നതാണ്. ഒത്തിരി തവണ നമ്മൾ എന്ത് ചെയ്തേക്കുന്നതാണ്, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും കണ്ടേക്കുന്നതാണ്. അതായത് സ്വതന്ത്ര നാഡീ വ്യവസ്ഥയുടെ രണ്ട് ഭാഗങ്ങളാണ് സിമ്പതറ്റിക് വ്യവസ്ഥയും അതേപോലെ തന്നെ പാരാസിമ്പതറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ സ്വതന്ത്ര നാഡീ വ്യവസ്ഥയുടെ രണ്ട് ഭാഗങ്ങളാണ് സിമ്പതറ്റിക് വ്യവസ്ഥയും അതേപോലെ തന്നെ പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും. ഈ സംവിധാനങ്ങൾ പ്രാഥമികമായി അബോധാവസ്ഥയിൽ പ്രവർത്തിക്കുകയും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയും ഭാഗങ്ങളെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സിമ്പതറ്റിക് വ്യവസ്ഥയും അതേപോലെ തന്നെ പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും എന്താണ്, പ്രാഥമികമായി അബോധാവസ്ഥയിൽ പ്രവർത്തിക്കുകയും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയും ഭാഗങ്ങളെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഇവയാണ്. അതേപോലെ തന്നെ സിമ്പതറ്റിക് വ്യവസ്ഥയെ ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് പ്രതികരണങ്ങളെ നിയന്ത്രിക്കുന്നു. അപ്പോൾ സിമ്പതിക് വ്യവസ്ഥ എന്തിനെയാണ് നിയന്ത്രിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് പ്രതികരണങ്ങളെ നിയന്ത്രിക്കുന്നതാണ് സിമ്പതറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പതറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത് ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് പ്രതികരണങ്ങളെ നിയന്ത്രിക്കുന്നതാണ് സിമ്പതറ്റിക് വ്യവസ്ഥ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. സിമ്പതറ്റിക് വ്യവസ്ഥ ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് പ്രതികരണങ്ങളെ നിയന്ത്രിക്കുന്നു. അടുത്തത് പാരാസിമ്പതറ്റിക് വ്യവസ്ഥ. വിശ്രമം, ദഹനം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പാരാസിമ്പതറ്റിക് വ്യവസ്ഥയാണ്. അപ്പോൾ പാരാസിമ്പതറ്റിക് വ്യവസ്ഥയാണെങ്കിൽ വിശ്രമം, ദഹനം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. എന്നാൽ സിമ്പതറ്റിക് വ്യവസ്ഥയാണെങ്കിൽ ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് പ്രതികരണങ്ങളെ നിയന്ത്രിക്കുന്നു എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി എന്തൊക്കെയാണ് സിമ്പതറ്റിക് വ്യവസ്ഥയിൽ പെടുന്നതെന്ന് ചോദിച്ചാൽ കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നത്. അപ്പോൾ കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നത് എന്താ, സിമ്പതറ്റിക് വ്യവസ്ഥയാണ്. ഉമിനീർ ഉൽപാദനം കുറയുന്നു, അതും സിമ്പതറ്റിക് വ്യവസ്ഥയാണ്. ശ്വസനനാളം വികസിക്കുന്നു, ശ്വസനനാളം വികസിക്കുന്നത് സിമ്പതറ്റിക് വ്യവസ്ഥയാണ്. ഹൃദയമിടിപ്പ് കൂടുന്നു. ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു, കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു, മൂത്രാശയം പൂർവാസ്ഥിതി പ്രാപിക്കുന്നു, ഹോർമോൺ ഉൽപാദനം കൂടുന്നു. അപ്പോൾ ഇത്രയാണ് ഏതിൻ്റെ അകത്ത് വരുന്നത്, സിമ്പതറ്റിക് വ്യവസ്ഥയിൽ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാ സിമ്പതറ്റിക് വ്യവസ്ഥയിൽ വരുന്നത്, കണ്ണിലെ പ്യൂപ്പിൾ വികസിപ്പിക്കുന്നു, അതേപോലെ തന്നെ എന്താണ്, ഉമിനീർ ഉൽപാദനം കുറയുന്നു, അതേപോലെ തന്നെ ശ്വസനനാളം വികസിക്കുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു, ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു, കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു, മൂത്രാശയം പൂർവാസ്ഥിതി പ്രാപിക്കുന്നു, ഹോർമോൺ ഉൽപാദനം കൂടുന്നു. ഇത്രയാണ് സിമ്പതറ്റിക് വ്യവസ്ഥ. ഇനി എന്തൊക്കെയാണ് പാരാസിമ്പതറ്റിക് വ്യവസ്ഥ എന്ന് ചോദിച്ചാൽ കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു. അപ്പോൾ മറ്റത് വികസിക്കുന്നതായിരുന്നു, അതേപോലെ തന്നെ എന്താണ്, ഇതെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, ചുരുങ്ങുന്നു. അപ്പോൾ കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു. ശ്വസനനാളം അവിടെ വികസിക്കുന്നു, അപ്പോൾ പാരാസിമ്പതറ്റിക് വ്യവസ്ഥയിലാണെങ്കിലോ അത് സങ്കോചിക്കുന്നു. ഹൃദയമിടിപ്പ് സാധാരണ നിലയിൽ ആകുന്നു, ആമാശയ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാകുന്നു, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നു, കുടലിലെ പെരിസ്റ്റാൾസിസ് സാധാരണ നിലയിലേക്കാകുന്നു, മൂത്രാശയം ചുരുങ്ങുന്നു, ഹോർമോൺ ഉൽപാദനം കുറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്, പാരാസിമ്പതറ്റിക് വ്യവസ്ഥയിലും സിമ്പതറ്റിക് വ്യവസ്ഥയിലും വരുന്നത്. ഓക്കെ, അപ്പോൾ പാരാസിമ്പതറ്റിക് വ്യവസ്ഥയിൽ വരുന്ന കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു, ശ്വസനനാളം സങ്കോചിക്കുന്നു,
ഹൃദയമിടിപ്പ് സാധാരണ നിലയിൽ ആകുന്നു. ആമാശയ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാകുന്നു. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നു. കുടലിലെ പെരിസ്റ്റാൾസിസ് സാധാരണ നിലയിലാകുന്നു. മൂത്രാശയം ചുരുങ്ങുന്നു. ഹോർമോൺ ഉൽപാദനം കുറയുന്നു. ഇവയൊക്കെയാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നതിന് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? അപ്പോൾ നോക്കിയേ, കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗം. ഓപ്ഷൻ നോക്കിയേ, ഏതൊക്കെയാ നോക്കിയേ. അതായത് പക്ഷാഘാതം, ഫാറ്റി ലിവർ, അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം. നമുക്കറിയാം ഉത്തരം ഏതാണ്? ഹൃദയാഘാതമാണ്. ഹൃദയാഘാതം അതായത് ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്നതാണ് എന്തെന്ന്? ഹൃദയാഘാതം എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം എന്ന് പറയുന്നത്. നെഞ്ച്, കഴുത്ത്, താടി, പുറം അല്ലെങ്കിൽ കൈകൾ, തോൾ എന്നിവയിൽ മുറുക്കമോ വേദനയോ അതുപോലെ തലകറക്കം, ക്ഷീണം, ശ്വാസം മുട്ടൽ, അസാധാരണമായ ഹൃദയമിടിപ്പ്, ഉത്കണ്ഠ എന്നിവയൊക്കെയാണ് എന്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്? നമ്മുടെ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെഞ്ച്, കഴുത്ത്, താടി, പുറം അല്ലെങ്കിൽ കൈകൾ, തോൾ എന്നിവയിൽ മുറുക്കമോ വേദനയോ അതുപോലെ തലകറക്കം, ക്ഷീണം, ശ്വാസം മുട്ടൽ, അസാധാരണമായ ഹൃദയമിടിപ്പ്, ഉത്കണ്ഠ എന്നിവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ വൈകല്യങ്ങൾ അറിയപ്പെടുന്നതാണ് ഹൃദയ രോഗങ്ങൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്ന അല്ലെങ്കിൽ രോഗങ്ങൾ അല്ലെങ്കിൽ വൈകല്യങ്ങൾ അറിയപ്പെടുന്നതാണ് ഹൃദയ രോഗങ്ങൾ എന്നുള്ളത്. കൊറോണറി ധമനി രോഗം, കൊറോണറി ആർട്ടറി ഡിസീസസ് അല്ലെങ്കിൽ കാഡ് എന്ന് പറയും. ധമനി കാഠിന്യം അതിരോസ്ക്ലെറോസിസ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ധമനി കാഠിന്യമാണ് അതിരോസ്ക്ലിറോസിസ് എന്ന് അറിയപ്പെടുന്നത്. അതിരോസ്ക്ലിറോസിസ്. ഭക്ഷണത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഭിത്തികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് എന്തെന്ന്? അതിറോക്ലിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ എന്താണ് ഭയങ്കരമായിട്ട് ഈ പറയുന്ന ഫാറ്റ് കൂടിക്കഴിയുമ്പോൾ എന്താണ് ഫാറ്റ് നമ്മുടെ എന്താണ് ഈ ഭിത്തികളിൽ എന്ത് ചെയ്യുന്നു? കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അതിരോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. അതിരോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. ഹൃദയപേശികളിലേക്ക് രക്തമെത്തിക്കുന്ന കുഴലുകളിൽ ധമനി, ഭിത്തിയിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ നാലും അടങ്ങിയ കലകളാണ് എന്നിവ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ധമനികളുടെ ഉള്ള് കുറഞ്ഞു പോകുന്ന അവസ്ഥ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകൾ, അതായത് ധമനി ഭിത്തിയിലെ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ ഇവയടങ്ങിയ കലകൾ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ധമനികളുടെ ഉള്ള് കുറഞ്ഞു പോകുന്ന അവസ്ഥ. ഓക്കെ, അപ്പോൾ ഹൃദയപേശികളിലേക്ക് രക്തമെത്തിക്കുന്ന കുഴലുകളിൽ, അതായത് ധമനി ഭിത്തിയിലെ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ അതേപോലെ തന്നെ നാരുകൾ അടങ്ങിയ കലകൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ധമനികളുടെ ഉള്ള് കുറിഞ്ഞു പോകുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന അതിരോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായി കൊറോണറി ധമനിയിൽ രക്തം കട്ട പിടിച്ച് കൊറോണറി ത്രോംബോസിസ് എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. അത് ഹൃദയാഘാതത്തിന്, അതായത് ഹാർട്ട് അറ്റാക്കിലേക്ക് കാരണമാവുകയും ചെയ്യുന്നു. മസ്തിഷ്കത്തിലെ രക്തക്കുഴലിനുണ്ടാകുന്ന തടസ്സവും രക്തക്കുഴൽ പൊട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന ഹാർട്ട് അറ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? രക്തം കട്ട പിടിച്ച് കൊറോണറി ത്രോംബോസിസ് എന്ന അവസ്ഥ ഉണ്ടാവുകയും അത് ഹൃദയാഘാതത്തിന് എന്ത് ചെയ്യുന്നു? കാരണമാവുകയും ചെയ്യുന്നു. അതിനെയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മസ്തിഷ്കത്തിലെ രക്തക്കുഴലിനുണ്ടാകുന്ന തടസ്സവും രക്തക്കുഴൽ പൊട്ടുന്നതും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ട്രോക്ക് എന്ന് പറയുന്നത്. അത് ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുമ്പോഴാണിത് സംഭവിക്കുന്നത്. ധമനി ഭിത്തിയിൽ കൊഴുപ്പ് അഴിഞ്ഞുകൂടി ധമനിയുടെ വ്യാസം കുറയുന്നു. രക്തക്കുഴലുകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുന്നു. അപ്പോൾ ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുമ്പോൾ സംഭവിക്കുന്നതാണ് ധമനിയിൽ ഭിത്തിയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി
ധമനിയുടെ വ്യാസം കുറയാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന രക്തം പമ്പ് ചെയ്യാനുള്ള ആ ഒരു എന്താണ് സംഭവം അവിടെ എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഓക്കെ. അതേപോലെ തന്നെ രക്തക്കുഴലുകളുടെ ഇലാസ്തികത നഷ്ടപ്പെടും. ഉൾഭിത്തി പരുപരുത്തതാവുകയും അരുണരക്താണുകൾ ഒട്ടിപ്പിടിച്ച് രക്തക്കട്ടകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷണത്തിൽ നിലവിലെ കൊഴുപ്പ് കൂടി കഴിഞ്ഞാൽ ധമനി ഭിത്തിയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി ധമനിയുടെ വ്യാസം കുറയും. അതേപോലെ തന്നെ എന്താണ്, രക്തക്കുഴലുകളുടെ ഇലാസ്തികത നഷ്ടപ്പെടും. ഉൾഭിത്തി പരുപരുത്തരാവുകയും അരുണരക്താണുക്കൾ ഒട്ടിപ്പിടിച്ച് രക്തക്കട്ടകൾ രൂപപ്പെടുകയും അവിടെ ചെയ്യുന്നു. ഓക്കെ. ഇനി ഓപ്ഷനിലൂടെ നമുക്കൊന്ന് നോക്കാം. അമിത രക്തസമ്മർദ്ദം സാധാരണ നിലയിലുള്ള രക്തസമ്മർദ്ദത്തെക്കാൾ കൂടിയ രക്തസമ്മർദ്ദത്തെയാണ് രക്താതിസമ്മർദ്ദം അഥവാ അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ അമിത രക്തസമ്മർദ്ദം അതായത് സാധാരണ നിലയിലുള്ള രക്തസമ്മർദ്ദത്തെക്കാൾ കൂടിയ രക്തസമ്മർദ്ദത്തെയാണ് രക്താതിസമ്മർദ്ദം അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് 120/80 mmHg ആണ് നിലവിൽ എന്തെന്ന് പറയുന്നത്, മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഉയർന്ന രക്തസമ്മർദ്ദം അതായത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 140-ൽ കൂടുതലും, DBP അതായത് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 90 mmHg കൂടുതലും ആകുമ്പോഴാണ് ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ഉയർന്ന രക്തസമ്മർദ്ദം പലപ്പോഴും അനാരോഗ്യകരമായ ജീവിതശൈലി അതേപോലെ തന്നെ ശീലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് പുകവലി, അമിത മദ്യപാനം, അമിതഭാരം, വേണ്ടത്ര വ്യായാമം ചെയ്യാതിരിക്കുക, ഇതൊക്കെയാണ് ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. അതായത് പുകവലി, അമിത മദ്യപാനം, അമിതഭാരം, വേണ്ടത്ര വ്യായാമം ചെയ്യാതിരിക്കുക എന്നിവയാണ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പിഗ്മോ മാനോമീറ്റർ. ബേസ് ലെവൽ ചോദ്യമാണ്, തെറ്റിച്ച് കളയരുത്, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ എന്താണ്, സ്പിഗ്മോ മാനോമീറ്റർ ആണ്. രക്തസമ്മർദ്ദം വീട്ടിലിരുന്ന് പരിശോധിക്കാവുന്നതാണ്. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് നൽകുന്ന മരുന്നുകളാണ് അമോൾഡിപ്പൈൻ, അതേപോലെ തന്നെ ടെലിമിസ്ട്രൻ, ക്ലോറോ താലിഡോൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദത്തിന് നൽകുന്ന മരുന്നുകളാണ് ഏതെന്ന് പറയുന്നത്, അമോൾഡിപ്പൈൻ, അതേപോലെ തന്നെ ടെൽമിസാർട്ടൻ, അതേപോലെ തന്നെ ക്ലോറോ താലിഡോൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഇതാണ് എന്തെന്ന് പറയുന്നത്, ഉയർന്ന രക്തസമ്മർദ്ദത്തിന് നൽകുന്ന മരുന്നുകൾ എന്ന് പറയുന്നത്. ഓക്കെ. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് നിർദ്ദേശിക്കുന്ന ജീവിതശൈലി മാറ്റങ്ങൾ അതായത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഉപ്പ് കുറവുള്ളതും കൊഴുപ്പിൻ്റെ അളവ് കുറഞ്ഞതുമായ ഭക്ഷണം കഴിക്കുക. ഓക്കെ. അപ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് നിർദ്ദേശിക്കുന്ന എന്താണ് ജീവിതശൈലി മാറ്റങ്ങളാണ്, അതായത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് ഈ പറയുന്ന ഉപ്പ് കുറവുള്ളതും അതേപോലെ തന്നെ എന്താണ് നിലവിൽ കൊഴുപ്പിൻ്റെ അളവ് കുറഞ്ഞതുമായ ഭക്ഷണം കഴിക്കുക, ശരീരഭാരം കുറയ്ക്കുക, വ്യായാമം ചെയ്യുക, പുകയിലയുടെ ഉപയോഗം മദ്യപാനവും കുറയ്ക്കുക. അപ്പോൾ പുകയിലയുടെ ഉപയോഗവും മദ്യപാനവും കുറയ്ക്കുക, വ്യായാമം ചെയ്യുക, ശരീരഭാരം കുറയ്ക്കുക, ഉപ്പ് കുറവുള്ളതും കൊഴുപ്പിൻ്റെ അളവ് കുറഞ്ഞതുമായ ഭക്ഷണം കഴിക്കുക. ഇതാണ് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് നിർദ്ദേശിക്കുന്ന ജീവിതശൈലി മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തതാണ് ഫാറ്റി ലിവർ. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് എന്തെന്ന്, ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് എന്ത്, ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ 2 തരത്തിലുണ്ട്, ആൽക്കഹോളിക് ഫാറ്റി ലിവറും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും. ഓക്കെ. അപ്പോൾ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്, ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവറും മറ്റൊന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും. അമിതമായ മദ്യപാനം മൂലമുണ്ടാകുന്ന രോഗമാണ് ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ അമിതമായ മദ്യപാനം മൂലമുണ്ടാകുന്ന രോഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. കരൾ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കാരണമുണ്ടാകുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. അപ്പോൾ അതാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. ഇനി പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക്,
മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലമോ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമോ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്നതായ സെറിബ്രൽ പ്രവർത്തനങ്ങളുടെ തകരാറാണ് പക്ഷാഘാതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതോ മൂലമോ അല്ലെങ്കിൽ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമോ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്നതായ സെറിബ്രൽ പ്രവർത്തനങ്ങളുടെ തകരാറാണ് പക്ഷാഘാതം. പക്ഷാഘാതം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം ഉയർന്ന രക്തസമ്മർദ്ദമാണ്. അപ്പോൾ പക്ഷാഘാതം ഉണ്ടാക്കുന്നതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉയർന്ന രക്തസമ്മർദ്ദം. പക്ഷാഘാതം ഉണ്ടാക്കുന്നതിനുള്ള മറ്റു കാരണങ്ങളാണ് വാർദ്ധക്യം, പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ, പുകവലി എന്നിവ. അപ്പോൾ പക്ഷാഘാതം ഉണ്ടാക്കുന്നതിനുള്ള മറ്റു കാരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ വാർദ്ധക്യം, പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ, പുകവലി എന്നിവ. പക്ഷാഘാതം 2 തരത്തിലുണ്ട്, ഇസ്കെമിക് സ്ട്രോക്ക് എന്നും ഹെമറാജിക് സ്ട്രോക്ക് എന്നും. ഓക്കെ, അപ്പോൾ ഇസ്കെമിക് സ്ട്രോക്കും ഹെമറാജിക് സ്ട്രോക്ക് എന്നാണ് പക്ഷപാതത്തെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. തലച്ചോറിലേക്ക് ഓക്സിജൻ എത്തിക്കുന്ന രക്തക്കുഴലിലെ തടസ്സമോ സങ്കോചമോ മൂലമുണ്ടാകുന്ന സ്ട്രോക്കിനെയാണ് ഇസ്കെമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപൂർവ സന്ദർഭങ്ങളിൽ രക്തക്കുഴലുകൾ തകരുകയും മസ്തിഷ്കത്തിലേക്ക് അവയുടെ കലകളിലേക്കോ രക്തം ഒഴുകുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രോക്കാണ് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അപൂർവ സന്ദർഭങ്ങളിലാണ് രക്തക്കുഴലുകൾ തകരുകയും മസ്തിഷ്കത്തിലേക്ക് അവയുടെ കലകളിലേക്കോ രക്തം ഒഴുകുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രോക്കാണ് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. സ്ട്രോക്ക് ഉണ്ടാവുമ്പോൾ സംഭവിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മുഖത്തോ കയ്യിലോ കാലിലോ പെട്ടെന്നുള്ള മരവിപ്പ് അല്ലെങ്കിൽ ബലഹീനത, പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ ഒരു ഭാഗത്താണ് ഇത് സംഭവിക്കുന്നത്. പെട്ടെന്നുള്ള ആശയക്കുഴപ്പം, സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സംസാരം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്, 2 കണ്ണുകളിലും അല്ലെങ്കിൽ ഒരു കണ്ണിൽ പെട്ടെന്നുണ്ടാകുന്ന കാഴ്ചക്കുറവ്. ചിലപ്പോൾ 2 കണ്ണിലും വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ണിൽ മാത്രം പെട്ടെന്ന് കാഴ്ചക്കുറവുണ്ടാകുന്നു. പെട്ടെന്ന് നടക്കാൻ ബുദ്ധിമുട്ട്, തലകറക്കം, തുലനാവസ്ഥ നഷ്ടമാവുക, ഏകോപനം നഷ്ടമാവുക. ഇതൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം. അതേപോലെ തന്നെ ബോധം നഷ്ടപ്പെടുക തുടങ്ങിയവയാണ് മെയിനായിട്ട് എന്തിൽ വരുന്നത്, സ്ട്രോക്ക് ഉണ്ടാവുമ്പോൾ സംഭവിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രോക്ക് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന 5 ലക്ഷണങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി സ്ട്രോക്ക് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങളിൽ ഒന്നാണ് ബാലൻസ്, അതായത് സഡൻ ലോസ് ഓഫ് ബാലൻസ്. അടുത്തത് ഐ, സഡൻ ചേഞ്ച് ഇൻ വിഷൻ. അടുത്തത് ഫേസ്, ഫേഷ്യൽ ഡ്രോപ്പിംഗ് ആൻഡ് അൺഇവൻ സ്മൈല്. അടുത്തത് എ, ആം numbness or weakness. S, speech, slurred speech and difficulty in speaking. അടുത്തത് ടി, ടൈം, കോൾ 911 ആൻഡ് ഗെറ്റ് ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, അപ്പോൾ ഇതാണ്, അതായത് ബി ഫാസ്റ്റ് എന്നുള്ളതാണ് എന്തിൻ്റെ ഈ പറയുന്ന സ്ട്രോക്ക് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾക്ക് പറയുന്നതാണ് ബി ഫാസ്റ്റ് എന്നതാണ്. ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ബി ഫാസ്റ്റ് അതിൻ്റെ ഒന്നാണ് ബാലൻസ്, രണ്ടാമത്തത് ഇ ഫോർ ഐസ്, എഫ് ഫോർ ഫേസ്, ഇനി എ ഫോർ ആം, എസ് ഫോർ സ്പീച്ച്, ടി ഫോർ ടൈം. 911 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിലേക്ക് എത്തുക. ഓക്കെ, അതാണ് ഇത് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പക്ഷാഘാതം, ഹൃദ്രോഗങ്ങൾ എന്നിവ തടയാനുള്ള മാർഗങ്ങളാണ് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, വ്യായാമം, മദ്യം, പുകയില എന്നിവ ഒഴിവാക്കുക, മാനസിക സമ്മർദ്ദം. ഓക്കെ, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. അപ്പോൾ പക്ഷാഘാതം, ഹൃദ്രോഗങ്ങൾ എന്നിവ തടയാനുള്ള മാർഗങ്ങളാണ് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, വ്യായാമം, മദ്യം, പുകയില എന്നിവ ഒഴിവാക്കുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. ഇതാണ് പക്ഷാഘാതവും ഹൃദ്രോഗവും തടയാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ നോക്കിയേ. ജീവകം എ, ഡി, സി, കെ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. നമ്മൾ ജീവകങ്ങളും അതേപോലെ തന്നെ അപര്യാപ്ത രോഗങ്ങളും എന്ന് പറയുന്ന ക്ലാസ് ബയോളജിയുടെ ചെയ്തിട്ടുണ്ട്. വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു പഠിപ്പിച്ച് തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ജീവകം എ, ഡി, സി, കെ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. ജീവകം B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. എല്ലുകളുടെ ശരിയായ വളർച്ചയ്ക്ക് ജീവകം എ സഹായിക്കുന്നു. ജീവകം കെയുടെ കുറവ് മൂലമാണ്
സ്കർവി ഉണ്ടാകുന്നത്. എല്ലാം നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്ത് നിലവിൽ എന്താണ് തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അതായത് B3യുടെ അപര്യാപ്തത രോഗമാണ് എന്തെന്ന് പറയുന്നത് പെല്ലഗ്ര എന്ന് പറയുന്നത്. അപ്പോൾ ജീവകം B3യുടെ അപര്യാപ്തത രോഗം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് പെല്ലഗ്രയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ജീവകം എന്ന് പറയുന്നത്. അപ്പോൾ കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ജീവകം. ആകെ 13 ജീവകങ്ങളാണ് ഉള്ളത്. അതിൽ 8 എന്ന് പറയുന്നത് ബി കോംപ്ലക്സിൽ പെടുന്നു. അപ്പോൾ എന്താണ് കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ജീവകം. ആകെ എത്ര ജീവകങ്ങളാണുള്ളത്? 13 ജീവകങ്ങളാണുള്ളത്. അതിൻ്റെ അകത്ത് 8 എന്ന് പറയുന്നത് ജീവകം ബി കോംപ്ലക്സിൽ പെടുന്നതാണ്. 8 എന്ന് പറയുന്നത് ബി കോംപ്ലക്സിൽ പെടുന്നവയാണ് 8. ജീവകം പി എന്ന ഫ്ലവനോയിഡ് അഥവാ ബയോഫ്ലവനോയിഡുകൾ പല ആവശ്യങ്ങൾക്കുമായി സസ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ആരോഗ്യത്തിനും അത്യാവശ്യമാണ്. അതേപോലെ തന്നെ എന്താണ് നിലവിൽ തേയില മുതൽ ചുവന്ന കുരുമുളക് വരെയുള്ള ഭക്ഷ്യവസ്തുക്കളിൽ ഇത് അടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ആവശ്യമാണ്. അതേപോലെ തന്നെ എന്താണ് തേയില മുതൽ ചുവന്ന കുരുമുളക് വരെയുള്ള ഭക്ഷ്യവസ്തുക്കളിൽ ഇത് അടങ്ങിയിട്ടുമുണ്ട്. ജീവകങ്ങളെ അവയുടെ ലയനത്തെ അടിസ്ഥാനമാക്കി പ്രധാനമായും 2ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ലയിക്കുന്നവ അതായത് ജീവകങ്ങളെ അവയുടെ ലയനത്തെ അടിസ്ഥാനമാക്കിയാണ് 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ, 2 ജലത്തിൽ ലയിക്കുന്നവ. അപ്പോൾ ഏതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ, ഏതൊക്കെയാണ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ? അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ കോഡാണ് ജലത്തിൽ ലയിക്കുന്നവയെ ബിസി എന്ന് നമുക്ക് ഓർക്കാം. ജലത്തിൽ ലയിക്കുന്നത് ബിസി എന്നും, അതേപോലെ തന്നെ എന്താണ് കൊഴുപ്പിൽ ലയിക്കുന്നത് ചിലവർ അടയ്ക്ക് എന്നോർക്കും, അല്ലെങ്കിൽ ഇടയ്ക്ക് എന്നോർത്ത് കഴിഞ്ഞാലും ശരിയാണ്. അപ്പോൾ ജലത്തിൽ ലയിക്കുന്നവ ബിസിയാണ് ജലത്തിൽ. അപ്പോൾ ജലം പെട്ടെന്ന് എന്ത് ചെയ്യണം കിട്ടണം. അപ്പോൾ ബിസിയാണ് ബിസി. അതേപോലെ തന്നെ എന്താണ് ഇടയ്ക്ക് അല്ലെങ്കിൽ ഇടയ്ക്ക് എന്ന് പറയുന്നതാണ് എന്ത് അടയ്ക്ക്. അതാണ് കൊഴുപ്പിൽ ലയിക്കുന്നവയെ അടയ്ക്കെന്ന് പറയും, അല്ലെങ്കിൽ ഇടയ്ക്ക് എന്ന് ഓർത്താൽ മതി. ഓക്കെ, കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് ജീവകങ്ങളെ കേട അങ്ങനെയും പറയാം, KEDA. ജലത്തിൽ ലയിക്കുന്നവയെ BC എന്നും പറയാം. ജലത്തിൽ ലയിക്കുന്ന BC ആയതിനാൽ കൊഴുപ്പിൽ ലയിക്കുന്നവ ഇടയ്ക്ക് ലയിക്കും എന്നും പറയും. ഓക്കെ, ഇനി വൈറ്റമിനുകളും അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളും അവയുടെ ധർമ്മങ്ങളും. വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില, മീനെണ്ണ. ഓക്കെ, അപ്പോൾ എന്താണ് നിലവിൽ വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് മക്കളെ? അതായത് ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില, മീനെണ്ണ. ഓക്കെ, ഇതിൻ്റെ ധർമ്മമാണ് ത്വക്ക്, കണ്ണ്, മുടി എന്നിവയുടെ ആരോഗ്യം. അടുത്തത് വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് പാലുൽപ്പന്നം, മത്സ്യം, മീനെണ്ണ. ധർമ്മം എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗീകരണം. അതാണ് വൈറ്റമിൻ ഡി. അടുത്തത് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് സസ്യ എണ്ണകൾ, മുട്ടയുടെ മഞ്ഞ, പാല്, മുളപ്പിച്ച ധാന്യങ്ങൾ. ഇതൊക്കെയാണ് വൈറ്റമിൻ ഇയിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് സസ്യ എണ്ണകൾ, മുട്ടയുടെ മഞ്ഞ, പാലുൽപ്പന്നങ്ങൾ, അതേപോലെ തന്നെ ധാന്യങ്ങൾ എന്നിവയാണ് വൈറ്റമിൻ ഇ. ധർമ്മം നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യമാണ് എന്തിൻ്റെ വൈറ്റമിൻ എന്തിൻ്റെ ഇയുടെ. ഓക്കെ, വൈറ്റമിൻ കെ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് കാബേജ്, ചീര, കോളിഫ്ലവർ, മുട്ട, മത്സ്യം, മാംസ്യം. ഇവയാണ് എന്തടങ്ങിയിരിക്കുന്നത്? വൈറ്റമിൻ കെ അടങ്ങിയിരിക്കുന്നത്. ധർമ്മം മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. അടുത്തത് വൈറ്റമിൻ ബി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില. ധർമ്മം ധാന്യകം, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം. ഇതാണ് ഏതിൻ്റെ വൈറ്റമിൻ കെ എന്ന് പറയുന്നത്, വൈറ്റമിൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. ധർമ്മം ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യം. അപ്പോൾ ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യമാണ് ഏത് ഈ പറയുന്ന വൈറ്റമിൻ സി.
ഇനി അപര്യാപ്തത രോഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപര്യാപ്തത രോഗങ്ങൾ നമുക്ക് പഠിക്കണം. അപ്പോൾ അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് ആദ്യം നമുക്ക് നോക്കാം. ജീവകം എ, നിശാന്തത, അതായത് കെരാറ്റോ മലേസിയ സിറോഫ്താൽമിയാണ് ജീവകം എ അപര്യാപ്തത രോഗങ്ങൾ. ജീവകം B1 ബെറിബെറിയാണ്. ജീവകം B2 അതായത് വളർച്ചാ മാന്ദ്യം, ഇതൊക്കെ സംബന്ധമായിട്ടുള്ള രോഗമാണ് B2. B3 പെല്ലഗ്ര, B5 പരസ്തേഷ്യ, ജീവകം B6 അനീമിയ, B7 എന്താണ് ധർമ്മറ്റൈസും അതേപോലെ തന്നെ എന്താണ് എൻട്രിട്രൈസും, B9 വിളർച്ച മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, B12 പെർണീഷ്യസ് അനീമിയ, ജീവകം C സ്കർവി, ജീവകം D കണ റിക്കറ്റ് ഓസ്റ്റിയോ മലേസിയ. ഇനി ജീവകം E വന്ധ്യത, ജീവകം K രക്തസ്രവം. ഇനി ജീവകങ്ങളും രാസനാമങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. റെറ്റിനോൾ എന്താണ് B1 തയാമിൻ. ഓക്കെ, B1 തയാമിൻ. ഓക്കെ, ജീവകം എ ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത്, അവിടെ വന്നിട്ടില്ല. ജീവകം എ റെറ്റിനോൾ. ജീവകം B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സൈനോകൊബാലമിൻ, അതേപോലെ തന്നെ വൈറ്റമിൻ സി ആണ് അസ്കോർബിക് ആസിഡ്. അതേപോലെ തന്നെ അടുത്തത് ജീവകം സി ആണ് അസ്കോർബിക് ആസിഡ്. ജീവകം ഡി എന്ന് പറയുമ്പോൾ കാൽസിഫെറോൾ ആണ്. ജീവകം ഇ ആണ് ടോക്കോഫിറോൾ. ജീവകം കെ ആണ് ഫില്ലോക്കിനോൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഒന്നുകൂടി പറയാം. ജീവകം എ എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ്. ജീവകം B1 എന്ന് പറയുന്നത് തയാമിൻ ആണ്. ജീവകം B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്, ജീവകം B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 എന്ന് പറയുന്നത് ബയോട്ടിൻ ആണ്, B9 ഫോളിക് ആസിഡ്, B12 സൈനോകൊബാലമിൻ, വൈറ്റമിൻ സി ആണ് അസ്കോർബിക് ആസിഡ്, വൈറ്റമിൻ ഡി ആണ് കാൽസിഫെറോൾ, വൈറ്റമിൻ ഇ ആണ് ടോക്കോഫിറോൾ, വൈറ്റമിൻ കെ ആണ് ഫില്ലോക്കിനോൺ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴും PSC എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം. അതേപോലെ തന്നെ അപര്യാപ്തത രോഗങ്ങൾ അതുകൂടിയും ഒന്നുകൂടി പറയാം. അപര്യാപ്തത രോഗങ്ങൾ ജീവകം എ എന്ന് പറയുമ്പോൾ ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത, കെരാറ്റോ മലാസിയ സിറോഫ് താൽമിയ. ഓക്കെ, ജീവകം B1 ആണ് ബെറിബെറി. ജീവകം B2 എന്ന് പറയുന്നത് ത്വക്ക് സംബന്ധമായ രോഗം, വളർച്ചാ മാന്ദ്യം. ഓക്കെ, അപ്പൊ ഇതാണ് ജീവകം B2, ത്വക്ക് സംബന്ധമായ രോഗവും വളർച്ചാ മാന്ദ്യവും. ജീവകം B3 ആണ് പെല്ലഗ്ര. ജീവകം B5 ആണ് പെരസ്തേഷ്യ. ജീവകം B6 അനീമിയ. ജീവകം B7 ആണ് ഡെർമറ്റിസ്റ്റും അതേപോലെ തന്നെ എൻറ്ററൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെർമറ്ററൈറ്റിസും അതേപോലെ തന്നെ എൻറ്ററൈറ്റിസുമാണ് ജീവകം B7. ഇനി ജീവകം B9 ആണ് വിളർച്ച മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ജീവകം B12 പെർണീഷ്യസ് അനീമിയ. ജീവകം സി സ്കർവി. ജീവകം ഡി കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് അല്ലെങ്കിൽ ഓസ്റ്റിയോ മലോസിയ. ഓക്കെ, ഇനി ജീവകം ഇ ആണ് വന്ധ്യത. ജീവകം കെ എന്ന് പറയുന്നത് രക്തസ്രാവമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ജീവകങ്ങളും അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളും. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പറഞ്ഞതാണ്. ഇനി ജീവകങ്ങളുടെ രാസനാമങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. മന്തുരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? മന്തുരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? അതായത് ഫൈലേറിയൽ വിര, പ്ലാസ്മോഡിയം, ലെപ്റ്റോസ്പൈറ, അതേപോലെ തന്നെ സാൽമോണല്ല. ഏതാണ് മന്തുരോഗം ഉണ്ടാക്കുന്ന രോഗാണു? അപ്പോൾ നമ്മുടെ ഉത്തരം ഫൈലേറിയൽ വിര. അതായത് ഫൈലേറിയൽ വിരകൾ മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗമാണ് എന്തെന്ന് പറയുന്നത്? മന്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിരകൾ മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗമാണ് മന്ത്. മന്ത് പരത്തുന്ന കൊതുക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. അപ്പോൾ ക്യൂലെക്സ് പെൺകൊതുകുകളാണ് മന്ത് പരത്തുന്ന കൊതുകുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മന്ത് പരത്തുന്ന കൊതുകുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. മന്ത് രോഗത്തിൻ്റെ മറ്റൊരു നാമം എന്താണെന്ന് ചോദിച്ചാൽ
എലിഫന്റിയാസിസ് എന്നതാണ് മന്ത് രോഗത്തിൻ്റെ മറ്റൊരു നാമമാണ്. എലിഫന്റിയാസിസ് എന്നാണ് അറിയപ്പെടുന്നത്. മന്തിന് കാരണമായ വിര ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഫൈലേറിയൽ വിരയാണ് മന്തിന് കാരണമായ വിര. ഫൈലേറിയൽ വിരയാണ് മന്തിന് കാരണമായ വിര. ഫൈലേറിയൽ വിര. ഫൈലേറിയൽ വിരയുടെ ശാസ്ത്രീയ നാമം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വുക്കറേറിയ ബാൻക്രോഫ്റ്റി എന്നതാണ്. അപ്പോൾ വുക്കറേറിയ ബാൻക്രോഫ്റ്റി അല്ലെങ്കിൽ ബ്രൂഗിയ മലായി, വുക്കറേറിയ മലായി എന്നും ഇത് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഫൈലേറിയൽ വിരയുടെ ശാസ്ത്രീയ നാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വുക്കറേറിയ ബാൻക്രോഫ്റ്റി അല്ലെങ്കിൽ ബ്രൂഗിയ മലായ് അല്ലെങ്കിൽ വുക്കേറിയ മലായി എന്നുള്ളതാണ് എന്തിൻ്റെ? ഫൈലേറിയൽ വിരയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. മന്ത് ബാധിക്കുന്നത് ലിംബ് ഗ്രാഹികളെയാണ്. അപ്പോൾ മന്ത് ബാധിക്കുന്നത് എന്തിനെയാണ്? ലിംബ് ഗ്രാഹികളെയാണ്. ലിംബ് ഗ്രാഹികളിൽ വിരകൾ തങ്ങി നിൽക്കുന്നതിനാൽ ലിംബിൻ്റെ പ്രവാഹം തടസ്സപ്പെട്ട വാഹികൾ വിങ്ങുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മന്ത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ലിംബ് ഗ്രാഹികൾ വിരകൾ തങ്ങി നിൽക്കുന്നതിനാൽ ലിംബിൻ്റെ പ്രവാഹം തടസ്സപ്പെട്ട് ലിംബുവാഹികൾ വിങ്ങുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മന്ത് എന്ന്. മന്ത് രോഗം വൃഷണങ്ങളിലും അതേപോലെ തന്നെ മറ്റും ബാധിച്ച് അവയ്ക്ക് വലിയ വൈരൂപ്യം ഉണ്ടാക്കുന്നു. അപ്പോൾ മന്ത് രോഗം വൃഷണങ്ങളിലും അതേപോലെ തന്നെ മറ്റും ബാധിച്ച് അവയ്ക്ക് വലിയ വൈരൂപ്യം ഉണ്ടാക്കുന്നു. ദേശീയ മന്ത് രോഗ നിയന്ത്രണ പരിപാടി ഇന്ത്യയിൽ ആരംഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മകളെ അത് 1955 ദേശീയ മന്ത് രോഗ നിയന്ത്രണ പരിപാടി ഇന്ത്യയിൽ ആരംഭിച്ചത് 1955. ദേശീയ മന്ത് രോഗ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ നവംബർ 11 ദേശീയ മന്ത് രോഗ ദിനം എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ മന്ത് രോഗ ദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ നവംബർ 11 ഓർത്തു വയ്ക്കുക. മന്ത് രോഗ നിർണയത്തിനായി ഉപയോഗിക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡൈ ഈഥൈൽ കാർബോമൈസൻ സിട്രേറ്റ്, ആൽബൻഡസോൾ അടങ്ങിയ എവർമെക്റ്റിൻ. ഇത്രയാണ് മന്ത് രോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ. അതായത് ഡൈ ഈഥൈൽ കാർബോമൈസൻ സിട്രേറ്റ്, ആൽബൻഡസോൾ അടങ്ങിയ എവർമെക്റ്റിൻ. ഇതൊക്കെയാണ് മന്ത് രോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നിലവിലെ മരുന്നുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് രോഗങ്ങളും രോഗകാരികളും. കോളറ, അതായത് ബാക്ടീരിയ രോഗങ്ങളാണ്. കോളറ, വിബ്രിയോ കോളറെ. ക്ഷയം, മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ്. കുഷ്ഠം, മൈക്രോബാക്ടീരിയം ലെപ്രെ. ടെറ്റനസ്, ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ്. അതേപോലെ തന്നെ ഡിഫ്തീരിയ, കൊറോണറി ബാക്ടീരിയം ഡിഫ്തീരിയ. ടൈഫോയിഡ്, സൽമോണല്ല ടൈഫി. വില്ലൻ ചുമ, ബോർഡറ്റെല്ല പെർട്ടൂസിസ്. പ്ലേഗ്, യെർസീനിയ പെസ്റ്റിസ്. എലിപ്പനി, ലെപ്റ്റോസ്പൈറ ഇക്ട്രോഹെമറേജിയ. ഗൊണോറിയ, നിസേറിയ ഗൊണോറിയ. സിഫിലിസ്, ട്രിപ്പോണിമ പാലിഡം. ആന്ത്രാക്സ്, ബാസിലസ് ആന്ത്രാസിസ്. തൊണ്ടകാറൽ, സ്പെക്ട്രോകോക്കസ്. ഭക്ഷ്യ വിഷബാധ, സാൽമോണല്ല സ്ട്രെക്ടോഫൈലോക്സ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. അടുത്തത് ഡീസെൻറ്ററി, ഷിഗല്ലം. സ്പോട്ട് ഫീവറാണ് റിക്കറ്റ്സി. ക്ലാമിഡിയാസിസ് ആണ് ക്ലാമീഡിയ ട്രാക്കോമാറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നിലവിൽ ബാക്ടീരിയ രോഗങ്ങളും അതേപോലെ തന്നെ രോഗകാരികളും. അപ്പോൾ കോളറ എന്ന ഈ രോഗത്തിൻ്റെ ബാക്ടീരിയ ചോദിച്ചു കഴിഞ്ഞാൽ വിബ്രിയോ കോളറെ. ക്ഷയത്തിൻ്റെ ആണെങ്കിൽ മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ്. കുഷ്ഠമാണെങ്കിൽ മൈക്രോബാക്ടീരിയം ലെപ്രെ. ടെറ്റനസ് ആണെങ്കിൽ ബാധിക്കുന്ന ബാക്ടീരിയ ആണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഡിഫ്തീരിയ, കൊറോണറി ബാക്ടീരിയം ഡിഫ്തീരിയ. ടൈഫോയിഡ്, സാൽമോണല്ല ടൈഫി. വില്ലൻ ചുമ, ബോർഡറ്റെല്ല പെർട്ടൂസിസ്. പ്ലേഗ്, യെർസീനിയ പെസ്റ്റിസ്. എലിപ്പനി, ലെപ്റ്റോസ്പൈറ ഇക്ട്രോഹെമറേജിയ. ഗൊണോറിയ, നിസേറിയ ഗൊണോറിയ. സിഫിലിസ്, ട്രിപ്പോണിമ പാലിഡം. ആന്ത്രാക്സ്, ബാസിലസ് ആന്ത്രാസിസ്. തൊണ്ടകാറൽ, സ്പെക്ട്രോകോക്കസ്. ഭക്ഷ്യവിഷബാധ, സാൽമോണല്ല സ്റ്റെഫലോകോക്കസ്. അതേപോലെ തന്നെ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. ഡീസെൻറ്ററി ആണ് ഷിഗല്ലം.
അതേപോലെ തന്നെ സ്പോട്ട് ഫീവറാണ് റിക്കറ്റ്സിയ റിക്കറ്റ്സി. ക്ലാഡി ക്ലാമിഡിയാസിസ് ആണ് ക്ലാമീഡിയ ട്രോക്കോമാറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങൾ, അതായത് രോഗങ്ങളും അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ രോഗകാരികളുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. വളരെ വലിയൊരു ടോപ്പിക്ക് തന്നെ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. തുടക്കക്കാരായ ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലും പെട്ടെന്ന് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് സാധിക്കും. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ടോപ്പിക്സിൽ നിന്നുമാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ അതിൻ്റെ 4 ഓപ്ഷനുകളും ഡിസ്ക്രൈബ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രത്തോളം ഉപകാരപ്പെടുന്ന ക്ലാസ്സുകൾ തന്നെയാണ് ഇതെല്ലാം. ക്ലാസ് മൊത്തമായി കാണുക, അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് 1, 2, 3, 4 പ്രാവശ്യം വായിക്കുക. അതിനുശേഷം കൃത്യം 9 മണിക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബോൾ ഇടുന്നുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ. അതിൽ കൂടി എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരുന്ന എല്ലാ റാങ്ക് ലിസ്റ്റുകളിലും നിങ്ങളുടെ പേരുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അടുത്ത എക്സാമിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ.